വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? IUCN, യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പദ്ധതിയായ UNEP-യുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പദ്ധതിയായ UNEP-യുടെ ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയാണ്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞനാരാണ്? ഡോക്ടർ സലീം അലി. കേരളത്തിൽ സയൻസ് ഫോർ സോഷ്യൽ റവല്യൂഷൻ എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടന ഏതാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN സ്ഥാപിതമായ വർഷം 1948 ഒക്ടോബർ 5. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആചരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഐക്യരാഷ്ട്രസഭയുടെ സംഘടന ഏതാണ്? UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. വേൾഡ് വൈഡ് ഫോർ നേച്ചർ WWF സ്ഥാപിതമായ വർഷം 1961. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന WWF സ്ഥാപിതമായത് 1961 ഏപ്രിൽ 29. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനങ്ങൾ സംരക്ഷിക്കാൻ സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ പ്രമുഖ ശാസ്ത്ര സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പരിസ്ഥിതി സംഘടനകളിലൊന്നായ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1883. പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 48A. പരിസ്ഥിതി സംരക്ഷണം, വന്യജീവികളുടെ സംരക്ഷണം എന്നിവ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം 1972. പരിസ്ഥിതിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സ്റ്റോക്ക്ഹോം സമ്മേളനം, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്ന വർഷം 1972. 1972 ജൂൺ 5 ആദ്യത്തെ ആഗോള പരിസ്ഥിതി സമ്മേളനം സ്റ്റോക്ക്ഹോമിൽ നടന്നത്. ജലമലിനീകരണ നിയന്ത്രണ നിയമം, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് പാസാക്കിയ വർഷം 1974. വനസംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം 1980. ഇന്ത്യയിൽ നടന്ന ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസയനേറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം 51AG. 51AG പ്രകാരം കാടുകൾ, തടാകങ്ങൾ, വന്യജീവി എന്നിവ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ഇന്ത്യയിലെ അംബ്രല്ല ലെജിസ്ലേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതി നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച വർഷം 1987. അന്താരാഷ്ട്ര ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാന രാസവസ്തു ക്ലോറോ ഫ്ലൂറോ കാർബൺ. മോൺട്രിയൽ പ്രോട്ടോക്കോളിന് അടിത്തറയായ വിയന്ന കൺവെൻഷൻ നടന്ന വർഷം 1985. മോൺട്രിയൽ പ്രോട്ടോക്കോൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളുടെ നിയന്ത്രണം. മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ നിയന്ത്രിക്കുന്ന പ്രധാന വാതകങ്ങളിലൊന്നാണ് ഹാലോണുകൾ. ഇവ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? അഗ്നിശമന ഉപകരണങ്ങളിൽ. മോൺട്രിയൽ പ്രോട്ടോക്കോളുകളുമായി ബന്ധപ്പെട്ട കിഗാലി ഭേദഗതി നിലവിൽ വന്ന വർഷം 2016. കിഗാലി ഭേദഗതി പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഏതുതരം വാതകങ്ങളെയാണ്? ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളെ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച മോൺട്രിയൽ നഗരം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാനഡ. ആവാസ വ്യവസ്ഥയുടെ അജൈവിക ഘടകം ഏതാണ്? ജലം. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിൽ വനനശീകരണത്തിനെതിരെ നടന്ന ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എർണസ്റ്റ് ഹേക്കൽ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്? യൂജിൻ ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്? രാംദിയോ മിശ്ര. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഏണസ്റ്റ് ഹേക്കൽ. ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് ആര്? A.G. ടാൻസ്ലി.
ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഭൂമിയുടെ പുനരുദ്ധാവനം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പരിഹാരം എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയമാണ്? 2023. നിശബ്ദ താഴ്വര സംരക്ഷണ സമരവുമായി ബന്ധപ്പെട്ട് സുഗതകുമാരി എഴുതിയ പ്രശസ്തമായ കവിതയിലെ വരികൾ അരുതാത്തതൊന്നും ഇവിടെ സംഭവിക്കരുത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച അമ്മമാരുടെ ഓർമ്മയ്ക്കായി വൃക്ഷങ്ങൾ നടാൻ ആഹ്വാനം ചെയ്യുന്ന ക്യാമ്പയിൻ ഏക് പേഡ് മാ കെ നാം. പശ്ചിമഘട്ടത്തെ ഒരു ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച വർഷം 1988. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണം നാഷണൽ പാർക്ക്. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ. എർത്ത് അവർ എന്ന ആഗോള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന സംഘടന വേൾഡ് വൈഡ് ഫോർ നേച്ചർ. ഗ്രീൻപീസ് അന്താരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്. ഗ്രീൻപീസ് എന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന രൂപം കൊണ്ട രാജ്യം കാനഡ. 1971 കാനഡയിലെ വാൻകൂവർ നഗരത്തിലാണ് ഗ്രീൻപീസ് ആരംഭിച്ചത്. ഭൂമിയെ ഒരു ജീവനുള്ള ജീവിയായി സങ്കല്പിക്കുന്ന ഗയാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഗയ എ ന്യൂ ലുക്ക് അറ്റ് ലൈഫ് ഓൺ എർത്ത് എന്ന പുസ്തകം രചിച്ചത് ജെയിംസ് ലവ്ലോക്ക്. നർമ്മദ അണക്കെട്ട് പദ്ധതിക്കെതിരെ ദി ഗ്രേറ്റ് കോമൺ ഗുഡ് എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് അരുന്ധതി റോയ്. എ സാൻ കൗണ്ടി അൽമാനക് എന്ന വിഖ്യാത പരിസ്ഥിതി പുസ്തകത്തിന്റെ രചയിതാവ് ആൽദോ ലിയോപോൾഡ്. സ്റ്റേയിങ് അലൈവ് വുമൺ ഇക്കോളജി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വന്ദന ശിവ. പ്രശസ്ത ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയായ വന്ദന ശിവയുടെ സ്റ്റേയിങ് അലൈവ് 1988 എന്ന പുസ്തകം പരിസ്ഥിതി സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും പാരിസ്ഥിതിക അതിജീവനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി അൺക്വയറ്റ് വുഡ്സ് ഇക്കോളജിക്കൽ ചേഞ്ച് ആൻഡ് പീസന്റ് റെസിസ്റ്റൻസ് ഇൻ ദി ഹിമാലയാസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ആഗോള താപനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ച ആൻ ഇൻകൺവീനിയന്റ് ട്രൂത്ത് എന്ന പുസ്തകം രചിച്ചത് അൽ ഗോർ. വാൾഡൻ അല്ലെങ്കിൽ ലൈഫ് ഇൻ ദി വുഡ്സ് എന്ന പ്രകൃതിയെക്കുറിച്ചുള്ള പ്രശസ്തമായ പുസ്തകം എഴുതിയത് ഹെൻറി ഡേവിഡ് തോറോ. മണ്ണും മനുഷ്യനും എന്ന പ്രശസ്തമായ പരിസ്ഥിതി കവിതയുടെ രചയിതാവ് സുഗതകുമാരി. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രശസ്തമായ പുസ്തകത്തിന്റെ രചയിതാവ് ഇ.എഫ്. ഷൂമാക്കർ. പരിസ്ഥിതി അവബോധം വളർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ. സൈലന്റ് സ്പ്രിംഗ് 1962 കീടനാശിനികളുടെ അമിത ഉപയോഗം പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പഴയ പേര് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നായിരുന്നു. കോർ ഏരിയ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ എന്നിങ്ങനെ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവുകളാണ് കോർ ഏരിയ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നത്. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് മൃഗശാലയാണ്. ദേശീയോദ്യാനം, ബയോസ്ഫിയർ റിസർവ്, വന്യജീവി സങ്കേതം എന്നിവ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ്. ജീവജാലങ്ങളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത്? നാഷണൽ പാർക്കുകൾ 5 എണ്ണമാണ് കേരളത്തിലുള്ളത്. ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല.